നമസ്കാരം, ഗ്രേപ്സിലേക്ക് സ്വാഗതം. ഡിജി കൺട്രോൾസ് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ നമ്മുടെ മൈഗ്രേപ്സ് മൊബൈൽ ആപ്പിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ ഫങ്ഷൻ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക് കൺട്രോൾസിൻ്റെ ഒരു മെനു കാണാൻ പറ്റും. ജി ഹോർഡിങ്സ് എന്ന് പറഞ്ഞൊരു മെനു കാണാൻ പറ്റും. ലോഗോ ഡിസ്പ്ലേ, അങ്ങനെ കുറച്ചധികം സംവിധാനങ്ങളോടെ കാണാൻ പറ്റും. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് ജി ഹോർഡിങ്സ്. നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ ഡിജിറ്റൽ ഡിസ്പ്ലേകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. LED വാളുകൾ ഉപയോഗിക്കാറുണ്ട്. ചില ബ്രാൻഡഡ് ഹോർഡിങ്സ് ഡിസ്പ്ലേകൾ തന്നെ ഉപയോഗിക്കാറുണ്ട്. അതിലൊക്കെ ഒരു പരസ്യം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഇൻഫർമേഷനൊക്കെ ഇടുന്നതിന് അവർ കണക്റ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ച ഒരാൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അതർവൈസ് പലപ്പോഴും ഈ ഡിവൈസുകൾക്കുള്ളിലേക്ക് ഒരു പെൻഡ്രൈവിനകത്ത് സ്റ്റോർ ചെയ്ത ഡേറ്റയാണ് കൊണ്ടുപോയി പ്ലഗ് ചെയ്തിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ എപ്പോൾ നമുക്കൊരു പുതിയ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഈ പെൻഡ്രൈവ് ഊരിക്കൊണ്ട് വരണം, അതിനകത്ത് വീണ്ടും പുതിയ ഡേറ്റാസ് സേവ് ചെയ്യണം. ശരിക്കും അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ സംഭവിക്കുന്ന കാര്യം വെച്ചാൽ പലപ്പോഴും ഇതിൽ ഒരിക്കലിട്ട പരസ്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കുറേ കാലം ഓടുന്നത് കാണാം. അവിടെയാണ് നമ്മുടെ ജി ഹോർഡിങ്സിൻ്റെ പ്രത്യേകത. ഇത് സാധാരണ മറ്റ് നമ്മളുടെ സോഫ്റ്റ്വെയറുകൾ പോലെ തന്നെ ഒരു സ്മാർട്ട് സോഫ്റ്റ്വെയറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ LED വാളുകളുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഹോർഡിങ്സ് ഡിസ്പ്ലേകളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതൊന്നുമില്ലെങ്കിൽ സാധാരണ ആൻഡ്രോയിഡ് ടെലിവിഷൻസ് ഉപയോഗിക്കാം. വെറുതെ ചരിച്ചു വെച്ചാൽ മതി. ഈ ആപ്പ് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കായിട്ട് ചരിഞ്ഞുകൊള്ളും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ ഡിസ്പ്ലേ യൂണിറ്റ്, ഒരു 43 ഇഞ്ച് 55 ഇഞ്ചൊക്കെ ഡിസ്പ്ലേ യൂണിറ്റ് വാങ്ങിക്കുമ്പോൾ 1,4-1,4 ലക്ഷം രൂപ തൊട്ട് ചില ഡിസ്പ്ലേ യൂണിറ്റുകൾക്ക് 5 ലക്ഷവും 10 ലക്ഷവും വിലയുണ്ട്. ഇവിടെ 12,000-13,000 രൂപയ്ക്ക് കിട്ടുന്ന സാധാരണ ആൻഡ്രോയിഡ് TV ഹോർഡിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം. നമ്മുടെ ജി ഹോർഡിങ്സ് എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ ആപ്ലിക്കേഷൻ അതിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. അത് മാത്രമല്ല, അതിനുശേഷം ഇതിൽ ഈ പെൻഡ്രൈവ് കൊണ്ടുപോയി കുത്തുക, ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സോഫ്റ്റ്വെയർ പഠിക്കുക, ഇതൊന്നും വേണ്ട. നമ്മൾ സാധാരണ ഇതിൽ രജിസ്ട്രേഷൻ മുതൽ ബില്ലിംഗ് വരെ ചെയ്യാൻ ഉപയോഗിക്കുന്ന മൈഗ്രേപ്സ് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പിൽ ഡിജി കൺട്രോൾസിനുള്ളിൽ ചെന്ന ഹോർഡിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അവിടെ നമുക്ക് എത്ര ടെലിവിഷൻസ് അല്ലെ ഡിസ്പ്ലേകളാണോ ഉപയോഗിക്കുന്നത് അതെല്ലാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. 1 by 1 ആയിട്ട് അതിലേക്ക് ആഡ് ചെയ്താൽ ഡിവൈസ് ID എല്ലാം അവിടെ സെറ്റാകും. ഒരു 100 ടെലിവിഷൻസ് അങ്ങനെ പലയിടത്തായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവിടെ നമുക്ക് കിട്ടും. അതിനകത്തേക്ക് ഈ മൊബൈലിൽ കൂടെ തന്നെ നമുക്ക് ഡേറ്റാസ് ലോഡ് ചെയ്യാം. ഇനി നമുക്കൊരു ന്യൂസ് സ്ക്രോൾ ചെയ്താൽ മതിയെങ്കിൽ വെറുതെ ടൈപ്പ് ചെയ്തിടാം. ഇതിലൊരു ഇമേജോ മറ്റെന്തെങ്കിലും ഒരു കണ്ടൻറ്റാണ്, പരസ്യങ്ങളുടെ കണ്ടൻ്റ് ആണെങ്കിൽ അത് വാട്സപ്പിലോ മറ്റോ ചെയ്ത് മേടിച്ച് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വെറുതെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അത്രയ്ക്ക് സിമ്പിളായിട്ട് അതിൻ്റെ സ്പീഡ്, സ്ക്രോളിംഗ് സ്പീഡ് നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രോളിംഗ് ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്നിപ്പോൾ ഒരു പുതിയ കാര്യം പേഷ്യൻസിനെ അറിയിക്കാനുണ്ട്. ലോബികളിലിരിക്കുന്ന പേഷ്യൻസിനെ ഇപ്പോൾ നമ്മുടെ മൊബൈൽ ആപ്പ് എടുത്ത് PROയോ അവിടെ ഏതൊരു എംപ്ലോയിക്കും നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുള്ളതനുസരിച്ച് അവർക്ക് അതിനകത്തേക്ക് പുതിയ കണ്ടൻറ് ഇടാം. അപ്പോൾ തന്നെ ടെലിവിഷനുകളിൽ ആ കണ്ടൻറ് ഡിസ്പ്ലേ ആകും. ഇനി ഏതൊക്കെ ടെലിവിഷനിൽ ഏത് കണ്ടൻറ് വരണം, ഏതിലൊക്കെ കണ്ടൻറ് പുതിയതിട്ടത് വരണ്ട എന്നെല്ലാം അവിടെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫങ്ഷനാണ്. കോസ്റ്റ് എഫക്റ്റീവാണ്. ഒരു ഹോർഡിങ്സ് ഡിസ്പ്ലേ LGയോ സാംസങ്ങോ ഒക്കെ മേടിക്കുന്ന പൈസയ്ക്ക് മിനിമം 5 ഡിസ്പ്ലേകൾ വെക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ LED വാളുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒരു സാധാരണ ആൻഡ്രോയിഡ് ബോക്സിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആൻഡ്രോയിഡ് ബോക്സിൽ നമ്മുടെ ഈ ജി ഹോർഡിങ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇത് അവിടെ നമുക്ക് ഡിസ്പ്ലേയിലേക്ക് കൊടുക്കുന്ന കണ്ടൻറ്റ് റെസൊല്യൂഷൻ എത്ര വേണമെന്ന് അവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഏത് റെസൊല്യൂഷനാണ് ആ സ്ക്രീനിൽ ഫുൾ സൈസ് കിട്ടുക, ഏത് ആസ്പെക്ട് റേഷ്യോയിൽ ചെയ്യണം, അതെല്ലാം കൃത്യമായിട്ട് അവിടെ ഡയറക്റ്റഡ് ആണ്. ഇത് മാത്രമല്ല, നെയിം ബോർഡ് എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സിൻ്റെ OPDകളുടെ ഫ്രണ്ടിൽ ആൻഡ്രോയിഡ് ടെലിവിഷൻസ് വെച്ച് ചെയ്യാവുന്ന ഒരു പരസ്യ ബോർഡുണ്ട്. അത് ഡോക്ടർ ഇല്ലാത്ത സമയത്ത്
അവിടെ പരസ്യങ്ങൾ റൺ ചെയ്യുന്നുണ്ടാവും. ഡോക്ടറുള്ളപ്പോൾ ഡോക്ടറുടെ നെയിം ബോർഡായിട്ട് അത് കൺവേർട്ട് ആകും. അതാണ് ഒരേ OPDയിൽ വ്യത്യസ്തരായ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരിരിക്കുന്ന ഹോസ്പിറ്റലുകളിൽ ഈ നെയിം ബോർഡ് കൂടെ മാറി വെക്കേണ്ട ആവശ്യമില്ല. അവർ കയറി കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ആ നെയിം ബോർഡ് ആ ഡോക്ടറുടെ ഡിസ്പ്ലേ ചെയ്തോളും. ആ ഡോക്ടർ പേഷ്യൻസിനെ കോൾ ചെയ്ത് തുടങ്ങുമ്പോൾ സാധാരണ നമ്മുടെ ടോക്കൺ കോളിംഗ് ഡിസ്പ്ലേയിൽ വരുന്നത് പോലെ തന്നെ ഈ ഡോക്ടറുടെ നെയിം ബോർഡ് ഡിസ്പ്ലേയിലും ഈ പേഷ്യൻ്റ് ഡീറ്റെയിൽസ് കോൾ ചെയ്യപ്പെടും. അതുപോലെ തന്നെ റിസപ്ഷൻ്റെ ബാക്കിലൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ വലിയ ഡിസ്പ്ലേകൾ സ്ഥാപിക്കുന്നത് ഇപ്പോൾ ഒരു ശീലമാണ് ഹോസ്പിറ്റലുകളിൽ. പലപ്പോഴും വരുന്ന പ്രശ്നം ആ ഡിസ്പ്ലേക്ക് പുറമെ അതിൽ നല്ലൊരു സോഫ്റ്റ്വെയർ അവൈലബിൾ അല്ല എന്നതാണ്. നമ്മുടെ ലോഗോ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് വളരെയധികം ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ, ഡൈനാമിക് ലോഗോസ് പ്രസൻറ്റ് ചെയ്യാനൊക്കെ പോസിബിളാണ്. ഇതെല്ലാം കൺട്രോൾ ചെയ്യപ്പെടുന്നത് മൈഗ്രേപ്സ് എന്ന് പറഞ്ഞ നമ്മളുടെ റെഗുലർ മൊബൈൽ ആപ്പിൽ കൂടെയാണ്. അറിയാമല്ലോ, മൈഗ്രേപ്സിൽ രജിസ്ട്രേഷൻ, റീവിസിറ്റ്, ജനറൽ ബില്ലിങ്, ഫാർമസി ബില്ലിങ്, ഓൾമോസ്റ്റ് എല്ലാ ഫങ്ഷനും HMSൻ്റെ ഫങ്ഷൻസും ഉള്ള അതിനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സ്മാർട്ട് കൺട്രോളിങ്ങും കൂടെ അവിടെ അവൈലബിൾ ആണ്.